നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതൊരു ടോക്കൺ തന്നെയാണ്. ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എന്തിനാ ഈ പ്രോഗ്രാം എഴുതുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതെന്തിനാ? ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ടാസ്കിൽ മിക്കതും എന്തായിരിക്കും? കാൽക്കുലേഷൻസ് തന്നെയായിരിക്കും. ഇപ്പൊ കാൽക്കുലേഷൻസിൽ നമുക്ക് സിമ്പിൾസുകൾ വേണ്ടിവരും. ഇപ്പൊ നമ്മൾ അഡീഷൻ ആണ്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഓൾ ദീസ് ഓപ്പറേഷൻസ് ആർ റെപ്രസെന്റ് യൂസിങ് സം സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ അതിനെ പറയാ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. ഓക്കെ, പലതരം ഓപ്പറേറ്റേഴ്സുകൾ ഉണ്ട്. ഇപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ കാണുന്ന ഈ ഒരു ഇമേജ് തന്നെയാണ് അതിന്റെ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഇപ്പൊ കുറെ ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ഒരു ലൈനിൽ വരണമെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്രഷൻ എന്ന് വിളിക്കും. അതായത് ഇപ്പൊ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൽ ഒരുപാട് ഓപ്പറേഷൻസുകൾ ചെയ്യേണ്ടി വരും അല്ലെ. അതേപോലെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വിളിക്കുന്നത് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. പലതരം എക്സ്പ്രഷൻസുകൾ ഉണ്ട്. അതേപോലെ പലതരം ഓപ്പറേറ്റേഴ്സുകൾ ഉണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാരിയബിളിലാണ് ആ ചേഞ്ച് വരുന്നത്. അതിനാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയാം. യൂണറി ഓപ്പറേറ്റർ നമ്മൾ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. യൂണറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ വാരിയബിളിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അതിൽ പ്ലസ് പ്ലസും മൈനസ് മൈനസും ഉണ്ട്. ജസ്റ്റ് അത് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രോഗ്രാം കാണുന്നുണ്ടാവും അല്ലെ. ഇതിൽ ഞാനിപ്പോ ഒരു വാരിയബിൾ എടുത്തിട്ടുണ്ട്. എ എന്നാണ് അതിന്റെ വാരിയബിൾ എടുത്തിരിക്കുന്നത്. അതിന്റെ വാല്യൂ ഞാൻ 15 കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു വാരിയബിൾ എടുത്തിട്ടുണ്ട് എസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാണ്? ഞാൻ അതില് പ്ലസ് പ്ലസ് എ ഇങ്ങനെയാണ് കൊടുക്കുക എപ്പോഴും. അതിന്റെ ആ സിമ്പലിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ആയിട്ട് നമ്മൾ വാരിയബിൾ കൊടുക്കണം. അപ്പൊ അതെന്ത് ചെയ്യും? പ്ലസ് പ്ലസ് ആണെങ്കിൽ +1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ മൈനസ് മൈനസ് ആണെങ്കിലോ ഒരു -1 കുറയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇതില് ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് എസിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്താ കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം എയുടെ വാല്യൂ 15 ആണ്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എസ് ഈക്വൽ ടു പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് വാല്യൂ പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഫോമാറ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന ഇത് നമുക്കൊരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കൊരു കമാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ // യൂസ് ചെയ്താൽ മതി. സോ എ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് അത് നമ്മുടെ വാരിയബിൾ ആഫ്റ്റർ ആണ് വരുന്നത്. അതായത് പ്ലസ് പ്ലസ് സിമ്പിളിന്റെ ശേഷമാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് പറയാ പ്രിഫിക്സ് ഇൻക്രിമെന്റ് എന്ന് പറയാം. പ്രിഫിക്സ് ഇൻക്രിമെന്റ് എന്ന് പറയാം. അത് പ്രിഫിക്സുകൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്, പ്രിഫിക്സ് ഇൻക്രിമെന്റ് ആയിക്കോട്ടെ ഡിക്രിമെന്റ് ആയിക്കോട്ടെ, അവർ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദെൻ യൂസ് എന്നാണ്. അതായത് ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്ത ശേഷം മാത്രമേ അത് അതിന്റെ വാല്യൂ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാ? എയുടെ വാല്യൂ 15 ആയിരുന്നു. പക്ഷെ ആദ്യം നമ്മൾ പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അത് ചേഞ്ച് ചെയ്തു. എന്താ ചേഞ്ച് ചെയ്ത്? ഒന്ന് കൂട്ടി 16 ആക്കി. എന്നിട്ട് അത് യൂസ് ചെയ്യുക. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് പ്ലസ് എ എന്താണെന്ന് മനസ്സിലായിരിക്കണം. +1 ആണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ a+1 എഴുതുന്ന പോലെ തന്നെയാണ് ഇത് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ആ സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റ് ബൈ 1 എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഈ പ്ലസ് പ്ലസ് മുന്നിൽ വരുമോ ബാക്കിൽ വരുമോ എന്നുള്ളത് അതിനനുസരിച്ച് അതിന്റെ കോൺസെപ്റ്റ് മാറും. പ്രിഫിക്സ് എന്ന് പറയുന്നത് ആ ഒരു വാരിയബിളിന്റെ മുന്നിൽ വരുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയാം. ഓക്കെ, പ്രിഫിക്സ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. ഓക്കെ, ഞാൻ ഇത് മൈനസ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഗസ് ചെയ്യാം. മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? a-1 ആണ് ഉദ്ദേശിക്കുന്നത്. 15 -1, അതായത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 14 എന്നായിരിക്കും നമുക്ക് വാല്യൂ വരേണ്ടത്. 14 തന്നെയാണ്. അപ്പൊ ഇത് പ്രിഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. പ്രിഫിക്സ് ഡിക്രിമെന്റ് ബിക്കോസ് ഇതിലും ആ ഓപ്പറേറ്റർ ഫ്രണ്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് പോസ്റ്റ് ഫിക്സ്. ഒന്നും പറയാം, പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാരിയബിളിന്റെ ബാക്കിലാണ് ഈ സിമ്പിൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ് ഫിക്സ് എന്ന് പറയും. പോസ്റ്റ് ഫിക്സിലും ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഉണ്ട്. അവർ യൂസ് ചെയ്യുന്ന റൂൾ ഇതാണ്: യൂസ് ദെൻ ചേഞ്ച്. അതായത് ആദ്യം അതിന്റെ വാല്യൂ യൂസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുള്ളൂ. യൂസ് ദെൻ ചേഞ്ച്. യൂസ് ചെയ്ത ശേഷം മാത്രമേ ആ ചേഞ്ച് നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ സംഭവം ഉണ്ടാവണേ? ഇതിൽ ഞാൻ a=15 കൊടുത്തിട്ടുണ്ടേ. എന്താ ഈ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? +1 തന്നെയാണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന ഫോമാറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന റൂൾ വ്യത്യാസമുണ്ട്. യൂസ് ചെയ്ത ശേഷം മാത്രം, അതായത് എന്താണ് അതിനുള്ള വാല്യൂ, അത് യൂസ് ചെയ്ത ശേഷം മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് അന്നറിയാം 15++ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. a++ 15++ ആണ്. പക്ഷെ നമുക്കറിയാം ഇതൊരു പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ ആദ്യം എനിക്കത് യൂസ് ചെയ്യുമ്പോൾ വാല്യൂ എല്ലാം ചേഞ്ച് ആവോ? ചേഞ്ച് ആവില്ല. എസിൽ എന്ത് വാല്യൂ കൊടുക്കുള്ളൂ? 15 തന്നെ കൊടുക്കുള്ളൂ. ഓക്കെ, അതിനുശേഷം മാത്രം, ആ പരിപാടി ചെയ്ത ശേഷം മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുമ്പോൾ കണ്ടോ, 16 15 എന്നാണ് കിട്ടുക. അതായത് എസില്, അതായത് ഈ പരിപാടി നടക്കുന്ന സമയത്ത്, ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ 15 തന്നെയായിരുന്നു.
യൂസ് ചെയ്ത ശേഷം മാത്രമാണ് അത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ എയുടെ എത്തിയപ്പോ അതിന്റെ വാല്യൂ എത്രയായി? 50, അത് 16 ആയി മാറി. മനസ്സിലായോ? ഇവിടെ പ്രിന്റിംഗ് നമ്മൾ മാറ്റി എഴുതിക്കണം, അത് ഡിഫറെന്റ് ആവും. ഇപ്പൊ എസ് എന്ന സമയത്ത് അതിന് എന്താണ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 15 തന്നെയായിരുന്നു. പക്ഷെ എ അത് കഴിഞ്ഞ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് യൂസ് ചെയ്ത ശേഷം എവിടെയെങ്കിലും അത് യൂസ് ചെയ്ത ശേഷം അത് ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത്. ഇതാണ് കൺഫ്യൂഷൻ വരെ എല്ലാവർക്കും. അതേപോലെ തന്നെ എ മൈനസ് വൺ എന്ന് ആലോചിച്ച് നോക്കിയേ. എ മൈനസ് പറയുമ്പോൾ അവിടെ ആദ്യം ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒന്ന് എസിന്റെ വാല്യൂ 14ഉം എയുടെ വാല്യൂ എന്താവും? സോറി, എസിന്റെ വാല്യൂ 15ഉം എയുടെ വാല്യൂ 14ഉം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 14, 15 എന്നായിരിക്കും. കാണിച്ചുതരാം. കണ്ടോ, എക്ക് ചേഞ്ച് വന്നു എപ്പോ? എസിലേക്ക് ആ വാല്യൂ കൊടുത്ത ശേഷം. എസിന്റെ വാല്യൂ എത്രയായിരുന്നു? 15 ആയിരുന്നു. 15 ഞാൻ എസിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ആ വാല്യൂ യൂസ് ചെയ്തല്ലോ. അപ്പൊ പിന്നെ ചേഞ്ച് ആയി. ചേഞ്ച് ചെയ്തപ്പോ എത്രയായി? അതിന് വാല്യൂ 15 14 ആയി. ബിക്കോസ് അത് ഡിക്രിമെന്റ് ആയിരുന്നു. വ്യത്യാസം മനസ്സിലാക്കണം. ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോവാം. അപ്പൊ പോസ്റ്റ് ഫിക്സ് പ്രിഫിക്സ് മനസ്സിലായി. യൂണറി ഓപ്പറേറ്റർ മനസ്സിലായോ? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിളിലേക്ക് മാത്രമാണ് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിലാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. അടുത്തത് പ്ലസ്, മൈനസ്, സ്റ്റാർ, പെർസെന്റേജ്, ഡിവിഷൻ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈഡിൽ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ബൈനറി ഓപ്പറേറ്റർ ഇത്രയേ ഉള്ളൂ. രണ്ട് ഓപ്പറേറ്റേഴ്സിൽ ഡിഫറൻസ്, രണ്ട് വാരിയബിൾസിൽ നമുക്ക് ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിതിൽ രണ്ട് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. a = 15, b = 14. അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും? അഡീഷൻ ആണ്. ജസ്റ്റ് ഇതൊക്കെ മാറ്റുവാട്ടോ. ഇതിൽ കുറച്ച് ചെയ്യാണ്ട് അധികം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. s = a + b. ഓക്കെ, അടുത്ത ഞാൻ സബ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇൻറ്റ് കൊടുക്കാം, ബിക്കോസ് അല്ലെങ്കിൽ മെഷീന് മനസ്സിലാവില്ല. എസ് ബി എന്ന് കൊടുക്കാം കേട്ടോ. സബ്ട്രാക്ടിന് b - b സെമിക്കോളൻ. ദെൻ ഞാൻ ഇൻറ്റ് m = a into b. ഓക്കെ, a into b, that is means multiplication. അടുത്തത് എനിക്ക് ഡിവൈഡ് ചെയ്യണം. സോ ഞാൻ d = a/b. ഓക്കെ, സെമിക്കോളൻ. അഗെയിൻ എനിക്ക് എന്ത് റിമൈൻഡർ കിട്ടണം. അതിനാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് a percentage b. ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് ചെറിയ വാല്യൂ ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, സോ B2ഉം A15 ആയിട്ടാ കൊടുക്കണം. ഞാനൊന്ന് എല്ലാത്തിന്റെയും ഒന്ന് എഴുതുന്നുണ്ട്. ആദ്യം നമുക്ക് എസ് കിട്ടി, എസ് പ്രിന്റ് ചെയ്യണം. ദെൻ നമുക്ക് സബ് ഉണ്ട് അല്ലെ? സബ് ഉണ്ട്, പിന്നെ എം ഉണ്ട്, ദെൻ ഡി ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ ഡി കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും പോയിന്റ് വാല്യൂസ് അറിയാം. സോ ഞാൻ ഫ്ലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ഫ്ലോട്ട് ആക്കുമ്പോൾ ഇവിടെ ഡിയിൽ എന്ത് വ്യത്യാസം വരണം? എഫ് ആക്കണേ, പെർസെന്റേജ് എഫ് ആക്കണം കേട്ടോ. പെർസെന്റേജ് ബി നമുക്ക് വേണ്ട, by2 ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അഡീഷൻ ചെയ്യാൻ പ്ലസ്, മൈനസ് ചെയ്യാൻ മൈനസ് സിമ്പിൾ, മൾട്ടിപ്ലൈ ചെയ്യാൻ സ്റ്റാർ, ഡിവൈഡ് ചെയ്യാൻ സ്ലാഷ്, ദെൻ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പെർസെന്റേജ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെന്റേജ് സിമ്പിൾ എപ്പോഴും അറിഞ്ഞിരിക്കണേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ് പറഞ്ഞ സാധനം ഇല്ല, അതാണ് എറർ വന്നത്. സോ ഇപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നമുക്ക് മിഷന് മനസ്സിലാവുന്നില്ല ആ കൊടുത്തത് എന്താന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. സോ s = a + b എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് 17 ആണ്. കറക്റ്റ് ആണ്. 15 + 2 17 ആണ്. 15 - 2 എന്ന് പറയുമ്പോൾ 13 നമുക്ക് അത് കിട്ടി. ഇനി 15 × 2 30 നമുക്ക് ആൻസർ കിട്ടി. ആൻഡ് 15/2 ചെയ്യുമ്പോൾ 7 point something ആണ് വരിക. അത് കറക്റ്റ് ആയിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ അഗെയിൻ റിമൈൻഡർ നോക്കിയേ, 1 കിട്ടി. ബിക്കോസ് 15 divided by 2 കിട്ടുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 ആണ്. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. അറിയാത്തൊരു പോയിന്റ് ഇത്രയും പറഞ്ഞുതരാം. ഡബിൾ ഈക്വൽ, സിംഗിൾ ഈക്വൽ. ഞാൻ ഇത്രയും പറയാം. ഡബിൾ ഈക്വൽസ് ആൻഡ് നോട്ട് ഈക്വൽ, ഇതാണ് നിങ്ങൾക്ക് അറിയാതെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ഇത്രയും വായിച്ചാൽ മതി. ഞാൻ എഴുതുവാണ്, ഓക്കെ, 15 = 2.
അതായത് 15ഉം 2ഉം ഈക്വൽ ആണ്. ഇതിനെ പറയാം കമ്പാരിസൺ ഓപ്പറേറ്റർ എന്നാണ്. കമ്പയർ ചെയ്യാണ്. 15 ഈക്വൽ, നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. 15 ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഫോൾസ്. ബിക്കോസ് എന്താണ്, 15ഉം 2ഉം ഈക്വൽ അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതാണ് 2 ഈക്വൽ ടു 2 എന്ന് വരികയാണെങ്കിലോ 2 ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കറക്റ്റ് ആണ്, രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ട്രൂ ആണ്. പക്ഷെ 15 നോട്ട് ഈക്വൽ ടു 2 എന്നുള്ള, ഈ നോട്ട് ഈക്വൽ എന്നുള്ള സിമ്പിൾ ആണ് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു. ഓക്കെ, അതിൽ 15 നോട്ട് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്താ? കറക്റ്റ് തന്നെയല്ലേ? അവർ പറയുന്നത് കറക്റ്റാ, 15ഉം 2ഉം ഈക്വൽ അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതിയാലോ 2 നോട്ട് ഈക്വൽ ടു 2, ഇതെന്താ ആൻസർ വരിക? ഫോൾസ് ആണ്. കാരണം അവർ പറയാണ് രണ്ടും ഈക്വൽ അല്ല, പക്ഷെ ശരിക്കും ഈക്വൽ ആണ്. ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് അറിയേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ സിമ്പിൾ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയേണ്ടത് ഡബിൾ ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ആണ്. ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ലെഫ്റ്റത്തെയും റൈറ്റത്തെയും വാല്യൂസുകൾ സെയിം ആണോ എന്ന് നോക്കുകയാണ് ഡബിൾ ഈക്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റത്തെയും റൈറ്റത്തെയും വാല്യൂ ഈക്വൽ അല്ല എന്ന് അവർ പറയുകയാണ്. അപ്പൊ നമ്മൾ ട്രൂ ഓ ഫോൾസോ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതില് അടുത്തതായിട്ട് വരുന്നത് എന്താണ്? ആൻഡ് നോട്ട് ഓർ, അല്ലെങ്കിൽ സോറി, ആൻഡ് നോട്ട് ഓർ, ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് ലോജിക്കൽ ഓപ്പറേറ്ററിൽ വരിക. ലോജിക്കൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ലോജിക്കൽ ഓപ്പറേറ്റർ ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ടീഷൻസുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷൻസുകളും ട്രൂ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. ഇതിന്റെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എ ബിനേക്കാൾ വലുതാവണം, അതുപോലെ എ സിനേക്കാൾ വലുതായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഇത് 2 കണ്ടീഷൻസും ട്രൂ ആവുക എപ്പോഴാണ്? ഈ കണ്ടീഷനും ട്രൂ ആവുക എപ്പോഴാണ്? രണ്ടും ഈക്വൽ ആവുമ്പോൾ, അല്ലെങ്കിൽ രണ്ടും ആ കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ മാത്രമേ റിസൾട്ട് ട്രൂ ആവുള്ളൂ ആൻഡിന്റെ കേസിൽ. പക്ഷെ നമ്മുടെ ഓർ കേസ് അങ്ങനെയല്ല. ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ നമുക്ക് ആൻസർ മൊത്തത്തിൽ ട്രൂ കിട്ടും. ഒന്ന് കാണിച്ചു തരാം ഞാൻ ചെറുതായിട്ട്. ഈ ഇടയിലുള്ള ആൻഡ് നിങ്ങൾക്ക് ഈ സിമ്പിൾ ആണെന്ന് ഓർക്കണേ, ആംപർസെന്റ് ആണ്. ഞാനത് ഏതുള്ള ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് ചെയ്തതാണ്. അപ്പൊ ആൻഡ് ഓപ്പറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യാം. ഇപ്പൊ 10 ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്. ഇപ്പൊ ട്രൂ ആണ്. ട്രൂ ആൻഡ് അടുത്തതും ട്രൂ അല്ലെ? ബിക്കോസ് 10 ഗ്രേറ്റർ ദാൻ 15 ആണ്. 10 ഗ്രേറ്റർ ദാൻ 15 ആണോ? അല്ല, സോറി, 10 ഗ്രേറ്റർ ദാൻ 15 അല്ല. സോ വി ഗോട്ട് ട്രൂ ആൻഡ് ഫോൾസ്. ട്രൂ ആൻഡ് ഫോൾസ് വിൽ ഗീവ് യു ഫോൾസ്. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാ? സെയിം ആണല്ലേ ഞാൻ വെച്ചിരിക്കണേ, അത് മാറ്റാം. ഇതെടുക്കാം. അതായത് 10 ഗ്രേറ്റർ ദാൻ ട്രൂ, 10 ഗ്രേറ്റർ ദാൻ 5 ആണ് ആൻഡ് 10 ഗ്രേറ്റർ ദാൻ 8 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ട്രൂ തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് എങ്ങനെയാ വെച്ചാൽ 10 ഗ്രേറ്റർ ദാൻ 15 അല്ല. 10 ഗ്രേറ്റർ ദാൻ 15 ആണോ? അല്ല, ഫോൾസ്. ആൻഡ് എന്താ അടുത്തത് പറയാം? 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് ട്രൂ അല്ലെ? ഇത് രണ്ടും കിട്ടുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതായത് 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ പോലും റിസൾട്ട് ട്രൂ അല്ല. ഇതിന്റെ കേസിൽ, ആൻഡിന്റെ കേസിൽ. അടുത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ഫോൾസ് കണ്ടീഷൻ വേണം. 50 ആൻഡ് 50. സോ ഇത് 2 കണ്ടീഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ടും ഫോൾസ് ആണ് അല്ലെ? ഫോൾസ് ആൻഡ് ഫോൾസ്. അപ്പൊ എന്തായിരിക്കും? റിസൾട്ടും ഫോൾസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ആൻഡ് കേസിൽ 2 കണ്ടീഷൻസുകളും ട്രൂ ആയാൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. റിമൈനിങ് ഓൾ ആർ ഫോൾസ് ഇൻ ദ കേസ് ഓഫ് ആൻഡ്. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഓർ ആണ് എഴുതുന്നത്, പക്ഷെ സിമ്പിൾ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ഇതാണ്. ഇതാണ് സിമ്പിൾ. ഇതാണ് സിമ്പിള്. അയ്യോ സോറി, ഇതാണ് സിമ്പിള് ഓറിന്റെ.
ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഓർ എന്ന പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർ എന്താണ്? ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ മതി, മൊത്തത്തിൽ റെഡി ആവും. അതാണ് ഓറോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ദിസ് ഓർ ദാറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് എന്നുള്ളതാണ്. ബ്ലാക്ക് ഓർ ബ്ലൂ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോളൂ. പക്ഷെ ഞാൻ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോഴോ രണ്ടും എനിക്ക് ആവശ്യമുണ്ട്. അതല്ലേ ആൻഡ് ഓറിന് വ്യത്യാസം. അതേ കോൺസെപ്റ്റ് ആണ് ലോജിക്കൽ ഓപ്പറേറ്ററിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് എന്താ ട്രൂ ഓർ ഫോൾസ് വിൽ ഗിവ് യു ഹിയർ ട്രൂ, ബിക്കോസ് ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ മൊത്തത്തിൽ റെഡി ആവും. ട്രൂ ആൻഡ് ട്രൂ ഓട്ടോമാറ്റിക്കലി ട്രൂ ആയിരിക്കും, അത് വ്യത്യാസമൊന്നുമില്ല. ഫോൾസ് ഓർ ട്രൂ ഓൾസോ ഫോൾസ്. സോറി, ഫോൾസ് ഓർ ട്രൂ ഓൾസോ ട്രൂ. ഫോൾസ് ആൻഡ് ഫോൾസ് ഓൾവേസ് ബി ഫോൾസ്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? മൊത്തത്തിൽ ട്രൂ ആവും. അതാണ് ഓർ പറയുന്നത്. നോട്ട് ഞാൻ ചെറിയൊരു വ്യത്യാസം കാണിച്ചു തരാം. നോട്ട് എപ്പോഴും എന്താ വെച്ചാൽ തരുന്ന സാധനത്തിന്റെ ഓപ്പോസിറ്റ് തരും. അതായത് ഇപ്പൊ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 5 വലുത് തന്നെയാണ് അല്ലെ. പക്ഷെ ആൻസർ വരുന്ന സമയത്ത് നോട്ട് ഓഫ് എന്താണ്? ട്രൂ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതായത് റിവേഴ്സ് ആയിരിക്കും തരിക, അത്രേ ഉള്ളൂ. ഇനി നോട്ട് വിചാരിക്കുക 10 ഗ്രേറ്റർ ദാൻ 15, നമുക്കറിയാം അതല്ല, 10 ഒരിക്കലും 15 വലുതാവില്ല. അപ്പൊ നോട്ട് ഓഫ് ഫോൾസ് ആണ് അല്ലെ, ഫോൾസ് ആയിരിക്കും. സോ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ നോട്ട് ഫോൾസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ട്രൂ. അതായത് തരുന്ന സാധനത്തിന്റെ റിവേഴ്സ് ചെയ്യുന്നതാണ് എന്ത്? നോട്ട് എന്ന് പറയുന്നത്. നോട്ടിന്റെ സിമ്പിൾ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എക്സ്ക്ലമേഷൻ മാർക്കാണ് യൂസ് ചെയ്യുക നോട്ടിന്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റർ. നമ്മൾ അരിത്തമെറ്റിക് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ബിറ്റ് വൈസിലേക്ക് ഞാൻ പോകുന്നില്ല. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇപ്പൊ ഞാൻ a ഈക്വൽ ടു 5 എന്ന ഉദ്ദേശം എന്തായിരിക്കും? a എന്ന വാല്യൂബിളിലേക്ക് 5 എന്ന വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ചിലപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ആൻഡ് സിംഗിൾ ഈക്വൽ. ചിലപ്പോൾ വരുന്ന ക്വസ്റ്റൻ ആണ് ഡബിൾ ഈക്വൽ ആൻഡ് സിംഗിൾ ഈക്വൽ. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഡബിൾ ഈക്വൽ എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, സിംഗിൾ ഈക്വൽ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഡബിൾ ഈക്വൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്തുള്ള രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡബിൾ ഈക്വൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ സിംഗിൾ ഈക്വൽ എന്തിനാണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ അത് അത്രയും പോയിന്റ്സ് എഴുതി വെച്ച് ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഐ ഹോപ്പ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫ്ലോ ഓഫ് കൺട്രോളിനെ കുറിച്ച് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് കൺട്രോളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ.